ഖുർആൻ പറഞ്ഞ കഥകൾ 149 ഭാഗം. രാജ്ഞിയുടെ സന്ദർശനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സദസ്സിലുണ്ടായിരുന്നവരോട് ചോദിക്കുകയുണ്ടായി, സബയിലെ ബിൽഖീസ് രാജ്ഞിയുടെ ആ മനോഹരമായ സിംഹാസനം ആർക്കാണ് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുക? ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, ഈ സഭ പിരിയുന്നതിന് മുമ്പേ, താങ്കളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ആ സിംഹാസനം ഞാൻ എന്റെ ശക്തി കൊണ്ട് ഇവിടെ എത്തിക്കാം. എന്നാൽ വിജ്ഞാനം കൈമുതലായിട്ടുള്ള ആൾ ആ സദസ്സിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദവിജ്ഞാനം, ഗ്രന്ഥജ്ഞാനം കൈമുതലായിട്ടുള്ള ഒരാൾ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, താങ്കളുടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ, ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, താങ്കളുടെ കണ്ണിമ വെട്ടി തീരുന്നതിന് മുമ്പേ ഞാൻ അതിവിടെ കൊണ്ടുചെന്നെത്തിക്കാം. അത് അദ്ദേഹത്തിന് പ്രത്യേകമായുണ്ടായ വൈജ്ഞാനിക കഴിവുകൊണ്ടായിരുന്നു എന്ന് ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അദ്ദേഹത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് എന്നാണ്. ഗ്രന്ഥത്തിൽ നിന്ന് വിജ്ഞാനം നേടിയയാൾ, വേദവിജ്ഞാനമുള്ളയാൾ. ആരാണത് എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇഫ്രീത്തിനേക്കാൾ വിവരമുള്ള, വൈജ്ഞാനികമായി യോഗ്യതയുള്ള മറ്റൊരു ജിന്നായിരിക്കാം, അല്ലെങ്കിൽ മലക്കായിരിക്കാം. ചില തഫ്സീറുകളിലൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമാണ് അത് പറഞ്ഞത് എന്നൊക്കെ കാണാം. അതല്ല, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മന്ത്രിസഭയിൽപ്പെട്ട ഒരു മന്ത്രിയാണ് അങ്ങനെ പറഞ്ഞത്. വേറെ ചില വ്യാഖ്യാതാക്കൾ നല്ല വിവരമുള്ള ആസിഫ് ബിൻ ബർഖിയ എന്ന് പറഞ്ഞ പണ്ഡിതനായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു, വൈജ്ഞാനികമായി കഴിവുള്ളയാളായിരുന്നു. ഈ പറഞ്ഞ പ്രതികരണം നടത്തിയത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, താങ്കളുടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അത് ഞാൻ കൊണ്ടുവന്നു തരാം എന്ന് പറഞ്ഞത് ഈ പണ്ഡിതനായ ഈ വ്യക്തിയായിരുന്നു എന്നാണ് മറ്റൊരഭിപ്രായം. എന്നാൽ പ്രഗത്ഭ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം റാസി പറയുന്നത്, അത് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെ പറയുകയാണ്. ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് ജിന്ന് പറഞ്ഞു, ഈ സഭ പിരിയുന്നതിന് മുമ്പേ, അങ്ങവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ ആ സിംഹാസനം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ, അതല്ല, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എനിക്കത് ഇവിടെ എത്തിക്കാൻ കഴിയും എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഖുർആനിന്റെ പ്രകടമായ, പ്രത്യക്ഷമായ ശൈലിയിൽ നിന്ന് മനസ്സിലാകുന്നത് അത് മറ്റൊരാൾ പറഞ്ഞതാണ്. വിജ്ഞാനം കൈമുതലായിട്ടുള്ള ഒരാളാണ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക് എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെ പറഞ്ഞതാണെങ്കിൽ അത് അത്തരത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഇവിടെ വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ അത് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞതാണ് എന്ന് നമുക്ക് ഈ വാചകങ്ങൾ വായിച്ചാൽ മനസ്സിലാവുകയില്ല. അങ്ങനെ അവ്യക്തമായി പറയേണ്ട ഒരു കാര്യമല്ല അത്. അപ്പൊ അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള വൈജ്ഞാനികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരുപക്ഷെ മറ്റൊരു ജിന്ന് അല്ലെങ്കിൽ മനുഷ്യരിൽപ്പെട്ട ഒരാൾ, എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ സവിശേഷത
വിജ്ഞാനത്തിലുള്ള ശ്രേഷ്ഠതയായിരുന്നു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അപ്പൊ ശക്തിയേക്കാൾ വിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത, ശക്തിയുള്ളയാൾ തന്റെ ശക്തി കൊണ്ട് അതിവിടെ ഈ സഭ പിരിയുന്നതിന് മുമ്പേ എത്തിക്കാമെന്ന് പറയുകയും, ഇപ്പുറത്ത് വിജ്ഞാനമുള്ളയാൾ, വൈജ്ഞാനികമായി ഉന്നത നിലവാരം പുലർത്തുന്നയാൾ അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഞാൻ അതിവിടെ എത്തിക്കാം എന്ന് പറയുകയും ചെയ്തതായി മനസ്സിലാകുന്നു. അപ്പോൾ വിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത കൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലെത്തുന്നു. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു, അത് ആ സിംഹാസനം അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കപ്പെട്ടപ്പോൾ, തന്റെ അടുത്തത് സ്ഥാപിതമായി അദ്ദേഹം കണ്ടപ്പോൾ, ഖാല ഹാദാ മിൻ ഫളി റബ്ബി, സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്റെ തമ്പുരാന്റെ ഔദാര്യമാണ്, ഇതെന്റെ നാഥന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണ്. അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്നറിയാൻ വേണ്ടി. ഖാല ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ നാഥന്റെ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി. വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ അവൻ സ്വന്തം നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. ഇനി ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, എന്റെ നാഥൻ മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും അത്യുത്കൃഷ്ടനുമാണ്. ഇതാണ് സിംഹാസനം തന്റെ കൊട്ടാരത്തിൽ കണ്ണടച്ച് തുറക്കും മുമ്പേ ഈ വിജ്ഞാനമുള്ളയാൾ കൊണ്ടുവന്നപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രതികരിച്ചത്. അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണിത്, അഥവാ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഈ അത്ഭുത കൃത്യം സംഭവിച്ചത് എന്ന് അടിവരയിട്ട് പറയുകയാണ് സുലൈമാൻ നബി. ഇത് എന്റെ കഴിവുകൊണ്ടോ അതല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നയാളുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകിയ ഒരു അമാനുഷിക ദൃഷ്ടാന്തമായിരുന്നു. അതാണ് ഖാല ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ നാഥന്റെ ഔദാര്യമാണ്, അനുഗ്രഹമാണ് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രതികരിച്ചത്. ഖാല നക്കിറു ലഹാ അർശഹാ നൻളുർ അതഹ്തദി അം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ. അങ്ങനെ സിംഹാസനമൊക്കെ കൊട്ടാരത്തിൽ വന്നപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ അവളുടെ സിംഹാസനം അവൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചെറിയ ചില രൂപമാറ്റങ്ങൾ വരുത്തുക. നമുക്ക് നോക്കാമല്ലോ അവൾ വസ്തുത മനസ്സിലാക്കുമോ അതല്ല നേർവഴി കണ്ടെത്താത്തവരിൽ പെട്ടുപോകുമോ എന്ന് നമുക്കൊന്നറിയാം. അവൾക്ക് അവളുടെ സിംഹാസനം തിരിച്ചറിയാൻ പറ്റുമോ അതല്ല പറ്റില്ലേ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. അവരുടെ ബുദ്ധിശക്തി, അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. അതായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്. ബിൽഖീസ് രാജ്ഞി ഈ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവരുടെ ബുദ്ധിശക്തി പരീക്ഷിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയിട്ടുള്ള പ്രവാചകത്വവും ഐശ്വര്യവും സമ്പത്തുമൊക്കെ അവരെ മനസ്സിലാക്കിക്കണം, അതിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ സിംഹാസനത്തിന്റെ ബാഹ്യരൂപത്തിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തുക. ഒരുപക്ഷെ അവിടെ അതിലുണ്ടായിരുന്ന അനിസ്ലാമികമായ
ചിഹ്നങ്ങളോ അല്ലെങ്കിൽ കലാരൂപങ്ങളോ ഒക്കെ മാറ്റാൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടതാകാം. എന്തായിരുന്നാലും ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ആ സിംഹാസനത്തെ അവിടെ തന്നെ നിർത്തുക. അവർ അത് മനസ്സിലാക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. ഇതായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം. അങ്ങനെ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫലമ്മാ ജാഅത് ഖീല അഹകദാ അർശുകി ഖാലത് കഅന്നഹു ഹു. അങ്ങനെ രാജ്ഞി വന്നപ്പോൾ അവരോട് ചോദിച്ചു, അഹകദാ അർശുകി, നിങ്ങളുടെ സിംഹാസനം ഇതുപോലെ തന്നെയാണോ? ഖാലത് കഅന്നഹു ഹുവ, അവർ പറഞ്ഞു ഇത് അതുപോലെ തന്നെയാണല്ലോ. വഊതീനൽ ഇൽമ മിൻ ഖബ്ലിഹാ വകുന്നാ മുസ്ലിമീൻ, ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു, വിവരമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വകുന്നാ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യമനിൽ തന്റെ കൊട്ടാരത്തിനകത്ത് സൂക്ഷിച്ചിട്ടുള്ള അതേ സിംഹാസനം തന്നെയാണ് തന്റെ മുമ്പിൽ ഈ നിൽക്കുന്നത് എന്ന് ബിൽഖീസ് രാജ്ഞിക്ക് ബോധ്യമായി. എന്നാലും ചെറിയ സംശയം ബാക്കിയുണ്ട്. ഇത് അതുപോലുള്ള ഒരു സിംഹാസനമാണെങ്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റൊരു സിംഹാസനമാകാനും സാധ്യതയുണ്ടല്ലോ. ആ സാധ്യത ബാക്കി വെച്ചുകൊണ്ടാണ് ബിൽഖീസ് രാജ്ഞി പറയുന്നത് കഅന്നഹു ഹു, ഇത് അതുപോലെ തന്നെയുള്ളതാണ് എന്ന് തോന്നുന്നു. ഇന്നഹു ഹുവ എന്നല്ല പറഞ്ഞു, ഇത് അത് തന്നെയാണ് എന്നവർ മറുപടി പറഞ്ഞില്ല. ഉറപ്പായിട്ടും ഇതെന്റെ സിംഹാസനം തന്നെയാണ് എന്ന് പറഞ്ഞില്ല. പകരം അവർ പറഞ്ഞത് ഖാലത് കഅന്നഹു ഹുവ, ഇത് അതുപോലെ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു, ഇത് അതുപോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ എന്ന മറുപടിയാണ് അവര് പറഞ്ഞത്. എന്നിട്ടവർ പറഞ്ഞു, ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ, സ്വാഭാവികമായും കൊട്ടാരത്തിൽ എത്തുന്നതിന് മുമ്പ് ആ നാട്ടിലെ ജനങ്ങളുമായി അവർ സംസാരിച്ചിട്ടുണ്ടാകാം, അവരുമായി സന്ധിച്ചിട്ടുണ്ടാകാം. അവിടെ നിന്നൊക്കെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവർ പറഞ്ഞത്, ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിവരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. വഊതീനൽ ഇൽമ മിൻ ഖബ്ലിഹാ വകുന്നാ മുസ്ലിമീൻ, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ, കൊട്ടാരത്തിൽ കടക്കുന്നതിന് മുമ്പേ ഞാൻ എന്റെ എല്ലാ പഴയ വിശ്വാസങ്ങളും കൈയൊഴിക്കുകയും ഞങ്ങളുടെ ബഹുദൈവ വിശ്വാസം ഒഴിവാക്കുകയും മുസ്ലിങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നവർ പ്രഖ്യാപിക്കുകയാണ്. വസദ്ദഹാ മാ കാനത് തഅബുദു മിൻ ദൂനില്ലാ ഇന്നഹാ കാനത് മിൻ ഖൗമിൻ കാഫിരീൻ, അല്ലാഹുവെ കൂടാതെ അവർ ആരാധിച്ചിരുന്ന വസ്തുക്കളാണ്, അവർ പൂജിച്ചിരുന്ന വസ്തുക്കളാണ് മുസ്ലിമാകുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിരുന്നത്. ഇതുവരെ അവർ മുസ്ലിങ്ങളാകാതിരുന്നത് ഇത്തരത്തിലുള്ള സൂര്യാരാധനയും അത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനകളുമായിരുന്നു. ഇന്നഹാ കാനത്ത് മിൻ ഖൗമിൻ കാഫിരീൻ, സത്യനിഷേധികളായ ജനത്തിൽപ്പെട്ടവരായിരുന്നു അവർ, സത്യനിഷേധികളായ ജനതയായിരുന്നു. അങ്ങനെ അവർ സുലൈമാൻ നബി അലൈഹിസ്സലാമുമായി സംസാരിക്കുന്നു, തന്റെ സിംഹാസനം കാണുന്നു, അത്ഭുത സ്തബ്ധയായി, ഞാനിതാ ഇതിനു മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, താങ്കളുടെ കഴിവിനെക്കുറിച്ചും താങ്കളുടെ യോഗ്യതയെക്കുറിച്ചുമൊക്കെ എനിക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പേ വിവരം കിട്ടിയിരിക്കുന്നു, അതിനനുസരിച്ചുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് എന്നവർ പറയുകയും ചെയ്യുന്നു. ഖീല ലഹ ദുഖുലി സർഹ്, അവരോട് പറയപ്പെട്ടു, ഉദ്ഖുലി സർഹ്, കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചോളൂ. ഫലമ്മാ റഅതുഹു ഹസിബതുഹു ലുജ്ജതൻ വകശഫത് അൻ സാഖൈഹാ, അവർ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, അഥവാ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത
കൊട്ടാരത്തിലേക്ക് അവരോട് അങ്ങോട്ട് കടക്കാൻ ആവശ്യപ്പെട്ടു. അതിഥി മന്ദിരത്തിലേക്ക് കടക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഫലമ്മാ റഅതുഹു ഹസിബതുഹു ലുജ്ജതൻ വകശഫത അൻ സാഖൈഹാ, ആ കൊട്ടാരത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു തെളിനീർ തടാകമാണ് എന്നവർക്ക് തോന്നി. അങ്ങനെ തന്റെ കണങ്കാലിൽ നിന്ന് പുടവ പൊക്കി, വസ്ത്രം പൊക്കി. അപ്പോൾ ഖാല ഇന്നഹു സർഹും മുമറദും മിൻ ഖവാരീർ, സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ചില്ലുകഷ്ണങ്ങൾ പതിച്ചുണ്ടാക്കിയ കൊട്ടാരമാണ്, ചില്ലുകൊട്ടാരമാണത്, സ്ഫടികം കൊണ്ടുണ്ടാക്കിയ കൊട്ടാരമാണ്, അതല്ലാതെ വെള്ളമല്ല, തടാകമല്ല എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയും ചെയ്തു. ഖാലത്ത് റബ്ബി ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൂടി കണ്ടപ്പോൾ ആ രാജ്ഞി പറഞ്ഞു, എന്റെ നാഥ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ സുലൈമാനോടൊപ്പം പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് പൂർണ്ണമായും വിധേയായിരിക്കുന്നു, പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു, പൂർണ്ണമായും മുസ്ലിമായിരിക്കുന്നു. ഇതുകൂടി കണ്ടപ്പോൾ അവർ ഇസ്ലാം പൂർണ്ണമായും സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ഈ പളുങ്കു കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ അവരുടെ ഇസ്ലാം ആശ്ലേഷണം ഒന്നുകൂടി പ്രഖ്യാപിക്കുകയാണ്. ഞാനിതാ എന്റെ ശിർക്കിന്റെ മതം ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു, പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ഏതൊരു ദർശനത്തിലേക്കാണോ എന്നെ ക്ഷണിക്കുന്നത്, ആ ഇസ്ലാമാകുന്ന ദർശനത്തിൽ ഞാനിതാ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഈ ബിൽഖീസ് രാജ്ഞി ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് തുടർന്നുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നില്ല. ബിൽഖീസ് രാജ്ഞി സ്വന്തം രാജ്യത്തേക്ക് തന്നെ തിരിച്ചുപോയി അവിടെ ഇസ്ലാമികമായ ഭരണം തുടർന്ന് നടത്തിയോ, അതല്ല സുലൈമാൻ നബി അലൈഹിസ്സലാം അവരെ വിവാഹം കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഇക്കാര്യങ്ങളൊന്നും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. വിശ്വസനീയമായ ചരിത്രങ്ങളൊന്നും നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്നുമില്ല. ബൈബിളിൽ രാജാക്കന്മാർ 10-ാം അധ്യായത്തിൽ ശേബാ രാജ്ഞിയുടെ സന്ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ചെറിയ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗത്ത് അവൾ രാജാവിനോട് പറഞ്ഞു, അങ്ങയും അങ്ങയുടെ ജ്ഞാനത്തെയും പറ്റി ഞാൻ എന്റെ ദേശത്ത് വെച്ച് കേട്ടത് എത്രയോ വാസ്തവമാണ്. നേരിൽ കാണുന്നത് വരെ ഞാനൊന്നും വിശ്വസിച്ചിരുന്നില്ല, യാഥാർത്ഥ്യത്തിന്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങയുടെ വിജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിപുലമാണ്. അങ്ങയുടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ. അങ്ങയുടെ സന്നിധിയിൽ സദാ കഴിച്ചുകൂട്ടുകയും ജ്ഞാനം ശ്രവിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർ എത്ര ഭാഗ്യവാന്മാർ. അങ്ങിൽ പ്രസാദിച്ച് ഇസ്രായേലിന്റെ രാജാസനത്തിൽ അങ്ങയെ ഇരുത്തിയ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. പിന്നീട് അവൾ രാജാവിന് 120 താലന്ത് സ്വർണവും വളരെയേറെ സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും കൊടുത്തു. ശേബാ രാജ്ഞി സമ്മാനിച്ചിടത്തോളം സുഗന്ധദ്രവ്യങ്ങൾ പിന്നെ ആരും സോളമന് കൊടുത്തിട്ടില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. എന്തായിരുന്നാലും അതിനുശേഷമുള്ള ചരിത്രം നമുക്ക് അവ്യക്തമാണ്. ഒരുപക്ഷെ അവർ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കാം. അല്ലാഹു അഅലം ബിസ്സവാബ്. ഇൻഷാ അല്ലാഹ് കഥയുടെ അവസാന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.